ഇങ്ങനെ പറഞ്ഞല്ലോ കുറച്ച് പൈസയൊക്കെ ക്ലീറ്റോണാന്റെ കൈ കൊടുത്തിട്ടുണ്ടോ അത് പഠിച്ചോണ്ട് പോവാ. അത് പാർട്ടി ഫണ്ടാ റോസു. പാർട്ടി ഫണ്ട്. പാർട്ടി ഫണ്ട് എനിക്കും ഉണ്ട്, ഓണ ഫണ്ട്. അത് കൃത്യമായിട്ട് ഓണത്തിന് കിട്ടും. അതുപോലത്തെ ഫണ്ടല്ല റോസ ഇത് നമ്മുടെ പാർട്ടിയിലേക്ക് ഇവന്റെ പേരിൽ അവിടെ നിക്ഷേപിക്കുന്ന ഒരു ഫണ്ട്. അത് കാലാകാലം ഇവന്റെ പേരിൽ അവിടെ കിടക്കും, നമുക്ക് എടുക്കാനും ഒക്കില്ല. എന്നാ ആ ഫണ്ടായിട്ട് അവിടെ കിടക്കും. ക്ലീറ്റോണ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആരെയാന്ന് വെച്ചാൽ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ ഇപ്പം അങ്ങോട്ട് വരുന്നുണ്ട്, പാർട്ടി ഓഫീസിൽ നിന്ന് പൈസ എടുത്തു തരാൻ പറ. അയ്യോ റോസ, അതാ അങ്ങനത്തെ നല്ലത്. ഏയ് ഇതല്ല. അതെ, ഞാൻ ഒരു കാര്യം പറയാം. നീയേ ആ മധുവിന്റെ കടയിൽ കൊണ്ടുപോയി റോസിന് നല്ല ചൂട് പൊറോട്ട, അല്ല മുരുമുരായിരിക്കണം പൊറോട്ടയും മുട്ടക്കറിയും മേടിച്ചു കൊടുത്തിട്ട് റോസിന് ബസ്സിയേറ്റ് വിടും. അവിടേക്ക് പറഞ്ഞോട്ടെ, ചൂട് മുരുമുരാന്നുള്ള മുട്ടക്കറി പൊറോട്ടയല്ലേ, പൊറോട്ടയും തിന്നിട്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ബസ്സിൽ കയറി അങ്ങ് പോവും. എൻ്റെ മോൻ്റെ കൂടും കുടുക്കയൊക്കെ എടുത്തോണ്ട് വാ, നമുക്ക് വാ. റോസു പറയുന്ന മനസ്സിലാക്കി ചക്കരി, എനിക്കിപ്പോ പണി കിടക്കുന്നുണ്ട്, വരാൻ പറ്റത്തില്ല. ഒരു പണിയും വേണ്ട, നിങ്ങൾ ഇപ്പൊ എന്റെ കൂടെ വന്നേ പറ്റും. പിള്ളേർ അപ്പനെ മറന്നു നെഗ്ലീറ്റോണ്ണ. അപ്പനെ മറന്നു? ഇന്നലെ കൂടെ അളവിനെ ഞാൻ വീഡിയോ കോൾ ചെയ്തില്ലയോ? വീഡിയോ കോൾ വിളിച്ചപ്പോ ചെറുക്ക എന്നോട് പറഞ്ഞ എന്തോന്നറിയോ, അപ്പനെ പോലെ ഇരിക്കുന്ന ഒരാള് വിളിക്കുന്ന അമ്മച്ചീന്ന്. മറന്ന് എനിക്ക് ഇവിടുന്ന് ഇപ്പൊ ചാടിപ്പെട്ട് വരാൻ പറ്റത്തില്ല. അങ്ങനെ കുറെ ബന്ധങ്ങൾ ഞാൻ ഇവിടെ ഇങ്ങനെ പെട്ടുകിടക്കുക. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് അപ്പുറം വേറെ വല്ല ബന്ധം നിങ്ങൾക്കുണ്ടോ? ഇവിടെ ഉണ്ടോ? അതിൽ വല്ല പിള്ളേരും ഉണ്ടോ നിങ്ങൾക്ക്? പിന്നെന്തുവാ വിട്ടു വരാൻ പറ്റാത്ത ബന്ധം? എന്തുവാ എന്തിരിക്കുന്നു? എന്തായാലും ഇങ്ങനെ കൊണ്ട് ഞാനൊന്ന് ക്ലീറ്ററിനെ ഒന്നും പറയണ്ട.